Welcome to Aish Novelties. ഇപ്പോൾ ഡേ 6 നമ്മൾ ഉണ്ടാക്കിയത് സ്നാക്ക് ചന്നാ ചാട്ടും ഡിന്നർ കക്കറോട്ടിയും. ഉണ്ടാക്കിയത് ചിക്കൻ ക്രെപ്പും പിന്നെ ഡിന്നറിന് ആലു പൊറോട്ട. അപ്പോൾ ചിക്കൻ ക്രെപ്പിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ, പിന്നെ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ മുറിച്ച് വെച്ച ചിക്കൻ ക്യൂബ്സ് ആണ്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ഒരു 1/4 ടീസ്പൂൺ സോയാ സോസും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം അതിനെ സോട്ട് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലോണം കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ നല്ലോണം കുക്കായതിൻ്റെ ശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം നല്ലോണം ചെറുതാക്കി മുറിച്ചത് ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ മസാല ഈസ് റെഡി. അപ്പോൾ അടുത്ത് നമ്മൾ ക്രെപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമോസ ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആദ്യം ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് ഫില്ലിംഗ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ മോസറല്ല ചീസ് ഇടാം. ഫോൾഡ് ചെയ്യുമ്പം ഒന്ന് ലെയർ ഇങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് മൈദേൻ്റെ പേസ്റ്റ് അവിടെ ആക്കുക, ബ്രഷ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ലെയർ വെക്കുക. എന്നിട്ട് ആദ്യം പേസ്റ്റ് ബ്രഷ് ചെയ്യുക. പിന്നെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ മൈദേൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബോക്സ് ഷേപ്പിലെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ക്രെപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക ഓരോന്നോരോന്നായിട്ട്. എല്ലാം റെഡിയായതിൻ്റെ ശേഷം ഒരു മുട്ട ഇങ്ങനെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എഗ് വാഷ് ചെയ്യുക എല്ലാത്തിൻ്റെ മേലെയും. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പം ബേക്ക് ചെയ്തിട്ടുള്ളത് 180 ഡിഗ്രി ഫോർ 20 മിനിറ്റ്സ്. നമുക്കിത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ചിക്കൻ ക്രെപ്പ് ഇസ് റെഡി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ബേക്ക്ഡ് സ്നാക്ക് ഉണ്ടാക്കുന്ന ചിക്കൻ ചീസ് റോൾ ആൻഡ് ഡിന്നറിന് ചിക്കൻ മന്തി. അടുത്ത് നമ്മൾ ഡോ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ ഒരു 2 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യണം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഈ ഈസ്റ്റിൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കണം.
നല്ലോണം നീണ്ടിയതിൻ്റെ ശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടൊരു ക്ലിങ് ഫിലിം എടുത്തിട്ട് അതിന് ഒരു 1 to 2 hours ഇങ്ങനെ അടച്ചിട്ട് വെക്കുക. ഈ ചിക്കൻ ചീസ് റോളിൻ്റെ മസാല കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ്, സാധാരണ മസാല പോലെയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉള്ളി ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിയിൽ. അതിന് ശേഷം ക്യാപ്സിക്കം, ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം ഇറ്റാലിയൻ സീസണിങ്ങും ബേസിൽ ലീവ്സൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു 1 tablespoon മൈദ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എല്ലായിടെയും എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല കുറച്ചും കൂടി ഒരു വെറ്റ് ഫോമാണ്, അത്ര ഡ്രൈ മസാലയല്ല. അതുകൊണ്ടാണ് നമ്മളൊരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മൈദ ഇട്ടിട്ടുള്ളത്. മൈദ നല്ലോണം കുക്കായതിൻ്റെ ശേഷം ഒരു 1/4 കപ്പ് പാല് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അതിന് ഒന്ന് കുറുങ്ങി വരുന്ന വരെ മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയായി. അടുത്ത നമ്മൾ ബീഫ് കട്ട്ലറ്റും പിന്നെ ഡിന്നറിന് ബട്ടർ നാനും പിന്നെ പനീർ ബട്ടർ മസാല ആക്കിയത്. ആദ്യം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളി സോട്ട് ചെയ്യുക നല്ലോണം. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ പൊടികളും ആഡ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ല കുക്ക് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീഫ് ഇതിൽ ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. ഫൈനലി നമ്മൾ മാഷ് ചെയ്ത് പൊട്ടാറ്റോ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മസാല കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലെടുക്കുക. എല്ലാം അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഫൈനലി ഓരോ കട്ട്ലറ്റും ആദ്യം എഗ്ഗിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്തിട്ട് ഫൈനലി ഫ്രൈ ചെയ്ത് നമ്മൾ കട്ട്ലറ്റും റെഡിയായി. ആദ്യം ദൈവടക്ക് വേണ്ടിയിട്ട് ഉഴുന്ന് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 6 hours സോക്ക് ചെയ്യുക. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം അരച്ചെടുക്കുക.
അരച്ചെടുക്കുമ്പം നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുക. അത് ഓപ്ഷണലാണ്. പിന്നെ ഈ ഫ്രൈ ചെയ്ത ഓരോ വടയും ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ്സോളം സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഒരു 1 kg തൈര് ആവശ്യമുണ്ട്. അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് ഓരോ ദൈവടിയും ഇങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്തതിൻ്റെ ശേഷം കൈനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. വെള്ളം മൊത്തമായിട്ട് പോയതിൻ്റെ ശേഷം ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കുക ഇതിൽ. എന്നിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച തൈര് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 1/2 hour എങ്കിലും ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് 2 ചട്നി ഉണ്ടാക്കണം. ആദ്യം പുതിന ചട്നി ഉണ്ടാക്കുക. അതിന് പുതിനയും പിന്നെ മല്ലിയിലയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ലൈം ജ്യൂസും ആഡ് ചെയ്താൽ നമ്മളെ പുതിന ചട്നി റെഡിയായി. ഇനി അടുത്ത ടാമറിൻ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പുളി ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. നല്ലോണം ബോയിലായി സോഫ്റ്റായി വന്നാൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അല്ലെങ്കിൽ ജാഗരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കുറച്ച് തണിഞ്ഞതിൻ്റെ ശേഷം ടാമറിൻ പൾപ്പ് മാത്രം ഒന്ന് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. ബാക്കി വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഇത് ആദ്യം തിരിച്ച് സോസ് പാനിൽ ഒഴിക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പം ഒരു 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം അതിനെ കുക്കാക്കിയിട്ട് എടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫൈനലി ദൈവട മസാല ഇട്ടിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം മുളക് പൊടി ഇടുക. പിന്നെ ജീരകപ്പൊടി ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ ചാട്ട് മസാലയും മല്ലിയിലയും ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ 2 ചട്നിയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ദൈവട റെഡിയായി.